8841 feet 2695 meter. എന്തായാലും ഇരുവിള നാഷണൽ പാർക്കിലെ മേലെ വരയാടുകൾ പ്രസവിച്ചു എന്നല്ലേ പറഞ്ഞേ? അതെ അതെ. അതായത് നീലക്കുറിഞ്ഞി എന്ന് പറയുന്നത് ഇവിടെ മാത്രം കൂടുതലും കാണപ്പെടുന്ന ഒരു ഫ്ലവേഴ്സാണ്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി ആനമുടി അതാണ്. ഹലോ എവരി വൺ, ഞങ്ങളിപ്പോൾ എവിടെ ഉള്ളതെന്ന് അറിയാം നിങ്ങൾക്ക്? എന്നെ ആഷിക്കിനെയും നിങ്ങൾ മോജോ എന്ന് മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. ഞങ്ങളിപ്പോൾ ഒരു ട്രിപ്പ് വന്നതാണ്. ട്രിപ്പിൻ്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് ഈ നീണ്ട നിര കിടക്കുമ്പോൾ, വാഹനങ്ങളുടെ നിര കിടക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലായിന്ന് വരില്ല. നമുക്ക് ആംഗിൾ ഒന്ന് മാറ്റിയിട്ട് കാണിച്ചു തരാം. ആദ്യം ഒന്ന് അങ്ങോട്ട് കാണിച്ചു കൊടുത്തേ. യെസ്, ഞങ്ങൾ ഇന്ന് രാവിലെ കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ടതാണ്. ഇപ്പം ഞങ്ങൾ മൂന്നാറിലെത്തിയിട്ടുണ്ട്. മോജോയിൽ പുതിയൊരു തുടക്കം അല്ലേ ആഷികേ? അതെ. യെസ്, നമ്മളൊരു പുതിയ തുടക്കം എന്ന് ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല. നമ്മൾ മോജോ ഓട്ടോ കഫേ കൊച്ചി ഔട്ട്ലെറ്റ് തുടങ്ങിയിട്ട് 1.5 വർഷം കംപ്ലീറ്റ് ആവാറായി. സക്സസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഞെരുക്കവും പിരിക്കവും ഒക്കെ ഉള്ള 1.5 വർഷം കംപ്ലീറ്റ് ആവാൻ പോവുകയാണ്. അതിൻ്റെ ഒരു സന്തോഷവും പിന്നെ നമുക്ക് ഇൻറ്റേർണലായിട്ട് നമ്മളെ ടീമിൻ്റെ ചില അച്ചീവ്മെൻറ്റ്സ് ഒക്കെ എൻജോയ് ചെയ്യാനും വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി ട്രിപ്പ് വന്നതാണ്. സത്യം പറഞ്ഞാൽ അവരെക്കാളും എൻജോയ് ചെയ്യുന്നത് ഞാനാട്ടോ. ഞങ്ങൾ കുറേ നേരമായി ട്രിപ്പ് തുടങ്ങിയിട്ട്, രാവിലെ തുടങ്ങിയതാണ്, പുലർച്ചെ 4 മണിക്ക് ഇറങ്ങിയതാണ്. ഇപ്പം സത്യം പറഞ്ഞാൽ നമ്മൾ വീഡിയോ ഒന്ന് ഹൊറിസോണ്ടൽ പിടിക്കാം, നമ്മളെ യൂട്യൂബിലെ സബ്സ്ക്രൈബേഴ്സിനും കൂടെ നല്ലൊരു സാധനം ചെയ്യാം, നമ്മളെ ഈ ഒരു എൻജോയ്മെൻ്റ് ഒക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചത്. മൂന്നാറിന് ടൗണിൽ നിന്ന് നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചു, വയറൊക്കെ നിറച്ചു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വരുന്ന വഴിയിലായിരുന്നു. അതിൻ്റെയൊക്കെ വിശേഷങ്ങൾ ഞങ്ങൾ റീലായിട്ടൊക്കെ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ തുടങ്ങുന്നത് നമ്മളെ യൂട്യൂബ് വീഡിയോ ആണ്. ഇത് ഫേസ്ബുക്കിലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിച്ചുകൊണ്ട് തന്നെ നമ്മളെ ഈ ഒരു സന്തോഷം എല്ലാവരും അറിയിക്കാമെന്നതിലുപരി നിങ്ങളും ഞങ്ങളുടെ കൂടെ വാ. നിങ്ങളും ഞങ്ങളുടെ ടീമിൻ്റെ ഭാഗമാണ്. ഉറപ്പായിട്ടും നിങ്ങളും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമ്മൾ വന്ന വണ്ടി ഏതാണെന്നുള്ളതൊന്ന് കാണിച്ചു കൊടുക്കണ്ടേ? ഇപ്പോഴത്തെ ട്രെൻഡിങ് വാഹനമായിട്ടുള്ള ഇതല്ലേ അല്ലേ? എവിടെ നോക്കിയാലും ഇപ്പൊ ഇവനാണ് ട്രെൻഡിങ് വാഹനമായിട്ടുള്ള അർബാനിയ. യെസ്. ആഷികേ, നമ്മളെ വണ്ടീനെ പറ്റി ഒന്ന് നീ പറഞ്ഞു കൊടുത്തേ. ഇത് ഒരു സത്യം പറഞ്ഞ ഒരു കിടിലൻ വണ്ടി കേട്ടോ. ട്രാവലറിൽ വരുന്ന ഒരു ഫീൽ എന്നൊന്നും പറയാൻ പറ്റില്ല. അതിനപ്പുറം ഒരു ലക്ഷറി ഫീൽ തന്നെ തരുന്നൊരു വണ്ടിയത് അർബാനിയ. അപ്പോൾ നമ്മുടെ ആള് വണ്ടിയിലുണ്ട്. അപ്പോൾ നമുക്ക് കുറേ വിശേഷങ്ങളെല്ലാം നമ്മൾ നിങ്ങളോട് പറയാനുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ ഈ വീഡിയോക്കകത്ത് തന്നെ നമ്മളെല്ലാം അറിയിക്കുന്നതാണ്. ഞങ്ങൾ പൊതുവേ വണ്ടിപ്രാന്തന്മാരായതുകൊണ്ട് ഞങ്ങൾ പോകുന്ന വണ്ടിയും ഉറപ്പായിട്ടും ഇന്നത്തെ ഒരു ട്രെൻഡിങ് വണ്ടിയാണെന്ന് ഞങ്ങൾക്ക് ആദ്യമേ ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മളെ ട്രാവലറൊക്കെ നോക്കുന്ന സമയത്ത് നമ്മളെ ഡയറക്ടേഴ്സിൽ ഒരാൾ കൂടി ആയിട്ടുള്ള ദാനിഷാട്ടോ നമ്മളെ അർബാനിയ എന്ന് ഓർമ്മിച്ച് അല്ലേ? ഇനി കൂടുതലൊന്നും പറയണ്ടല്ലോ. A to Z ഇതിനെ പറ്റി പറയാൻ വെച്ചാൽ കുറേ ഉണ്ട്. നമ്മൾ ഈ വീഡിയോൻ്റെ ഇടയ്ക്കൊക്കെ നമുക്ക് നമ്മളെ വണ്ടീനെ മുതലിനെ കാണിക്കാം. ഇതിൽ ശരിക്കും നമ്മളൊരു വ്യൂ പോയിന്റിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് മാറ്റങ്ങൾ കൂടി വരാനുണ്ട് അല്ലേ ആഷികേ? അതെ അതെ. അലേവിയിൽ മാറണം, ഈ ക്ലാഡിങ്സ് ഒക്കെ പെയിന്റ് ചെയ്യണം, ഗ്രില്ല് മാറ്റാനുണ്ട്. നമ്മൾ കുറച്ച് വിപ്ലവങ്ങൾ ഇതിൽ കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും അതൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളെ കാണിക്കാം അല്ലേ ആഷികേ? അതെ. നമ്മൾ താറോക്സ് മാത്രം നിങ്ങളെ കാണിച്ച് അങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാവില്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്തരാം. ഷിജേട്ടാ, ഇതാ നമ്മളെ സാരഥി, നമ്മളെ സ്വന്തം പുള്ളി വണ്ടിയിൽ ഇരുന്നോളാന്നാണ് പറഞ്ഞ്. പുള്ളിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സമയം കിട്ടുക വെച്ചാൽ അതൊന്ന് പോയി കാണണം. അതൊക്കെ കണ്ട് പുള്ളി പിന്നെ ഇങ്ങനെ എൻജോയ് ചെയ്ത് ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാൻ പോവാണ്. എന്തായാലും ഞങ്ങൾ ഇരുവളം പോയി വരാം, നിങ്ങൾ ഇരിക്കും. ഓക്കെ. എന്നാൽ നമുക്ക് ബാക്കിയുള്ള ഫുൾ ടീം അവിടെ ഉണ്ട്. നമുക്ക് അവിടെ പോയിട്ട് അവരെയും കൂടെ കണ്ടിട്ട് നമുക്ക് ഇരുവിളത്ത് ആട് പറ്റൂന്നല്ലേ പറഞ്ഞേ? നിങ്ങൾ ആട് പറ്റൂന്നല്ലേ പറഞ്ഞേ? അങ്ങനെയല്ല കേട്ടോ, നമ്മളെ നാഷണൽ പാർക്കിൽ എങ്ങനെ ഡെലിവറി കഴിഞ്ഞ ടൈമാണ്. അങ്ങനെ വേണം പറയാൻ. 1 തീയതി മുതൽ ഇത് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പം 3 മാസത്തേക്ക് ഇത് ക്ലോസ് ചെയ്തിട്ടേക്കുമായിരുന്നു. ഇത് ഡെലിവറി ടൈമിൻ്റെ ഇതായിരുന്നു ആ സമയം. അപ്പോൾ അത് ഇപ്പോൾ ഓപ്പണായി. അപ്പോൾ നിങ്ങൾക്ക് പോയാൽ നന്നായിട്ട് എൻജോയ് ചെയ്യാം. ഇഷ്ടംപോലെ ആടുകളൊക്കെ കാണാം, വലുതും ചെറുതും ഒക്കെ എത്തിട്ട്. അപ്പോൾ നിങ്ങൾ പോയി മാക്സിമം എൻജോയ് ചെയ്യുക. ഷിജേട്ടൻ്റെ കൂടെയുള്ള യാത്രക്കുള്ളൊരു പ്രത്യേകത എന്താ അറിയോ? ഷിജേട്ടൻ ഈ വണ്ടീൻ്റെ മുതലാളിയാണ്, ഇതിൻ്റെ ഡ്രൈവറാണ്, കൂടാതെ നല്ലൊരു ടൂറിസ്റ്റ് ഗൈഡാണ്. ഏകദേശം 25 കൊല്ലമായി പുള്ളി ഈ വളയം പിടിക്കാൻ തുടങ്ങിയിട്ട്. എന്തായാലും ഞങ്ങൾക്ക് പറ്റിയ ആളെ എന്ന് കിട്ടിയിട്ടുള്ളത്. ഇനി ഇയാളെ ഞങ്ങൾ വിടൂലാട്ടോ. എന്തായാലും ഷിജേട്ടാ, ഓക്കെ, നമുക്ക് എന്താ പോയി വരാം. ഓക്കെ ശരി. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം അല്ലേ? ഓക്കെ. അങ്ങനെ നമ്മൾ ടിക്കറ്റെല്ലാം എടുത്തു കേട്ടോ. നമ്മുടെ ടീമായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണാം. വാ. അപ്പം നമ്മൾ നാഷണൽ പാർക്കിലേക്ക് പോകണം. ഈ ബസ്സിലാണ് പോകുന്നത്. നമ്മുടെ ടീംസ് എല്ലാം ബാക്കിലുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കയറാൻ പോകും കേട്ടോ. നമ്മളെ അർബാനിയ ബസ് താഴെ വെച്ചിട്ട് ഇരുവളത്തിനെ പറ്റി ഞാൻ കൂടുതലായിട്ട് പറയണ്ടല്ലോ, നിങ്ങളെ വെറുതെ ബോറടിപ്പിക്കുന്നില്ല. നമ്മുടെ ടീം മൊത്തം ഉണ്ട്. മോജോ കൊച്ചിൻ്റെ ചരിത്രത്തിൽ ഫസ്റ്റ് ട്രിപ്പാട്ടോ നമ്മൾ പോകുന്നത്. മൂന്നാറിലേക്കാണ് നമ്മൾ വന്നത്. നമ്മളെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലമായതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ മൂന്നാർ ഒരു ദിവസം കൊണ്ട് നമുക്ക് പോയി വരാൻ പറ്റുന്നുള്ളതുകൊണ്ട് നമ്മൾ മൂന്നാർ ചൂസ് ചെയ്തത്. ഇനിയും വലിയ വലിയ ട്രിപ്പുകളൊക്കെ നമുക്ക് അടിക്കണ്ടേ? അതെ.
ഉറപ്പായിട്ടും നമ്മൾ ഇനിയും ഇതൊരു തുടക്കം അല്ലേ, ദിസ് ഈസ് ജസ്റ്റ് എ ട്രെയിലർ. ഇനി വരാനിരിക്കുന്നതാണ് ശരിയായ ട്രിപ്പ്. അടുത്ത പ്രാവശ്യം നമ്മളെ കോഴിക്കോട് വയലറ്റ് റിസോർട്ടിലേക്കുള്ളൊരു ട്രിപ്പ് ഉണ്ട്. അത് നമ്മളെ കോഴിക്കോട് ടീമും കൂടെ ഉണ്ടാവും. ഫുൾ ടീം, ഫുൾ എൻജോയ്മെൻറ്റ്, ഫുൾ ബ്ലാസ്റ്റാണ് ഇനി വരാൻ പോകുന്നത്. എന്തായാലും ഇരിവിളം നാഷണൽ പാർക്കിലെ മേലെ വരയാടുകൾ പ്രസവിച്ചു എന്നല്ലേ പറഞ്ഞേ? അതെ അതെ, ഒരുപാട് വിശേഷങ്ങൾ കാണിക്കാനുണ്ട് കേട്ടോ. ഒരുപക്ഷെ കേരളത്തിൽ ആരും ഈ പുതിയ കുട്ടികളല്ലേ, വരയാടിൻ്റെ കുട്ടികൾ ആരും കാണിച്ചിട്ടുണ്ടാവില്ല. ആഷിഖേ, നീ കാണിച്ചു കൊടുക്കൂലേ? കാണിച്ചു കൊടുക്കാം. യെസ്. സതീഷേ, റെഡി അല്ലേ? ഷിഫിൽ, ഫതിലു റെഡി അല്ലേ അല്ലേ? ഓക്കെ. നമ്മളെ ഇരുവികുളം നാഷണൽ പാർക്കിനെ പൊന്നുപോലെ നോക്കുന്ന, വളരെ ഇൻ്റർനാഷണൽ ലെവലിൽ ഇതിനെ കെയർ ചെയ്ത് കൊണ്ടു നടക്കുന്ന 2 സാരഥികൾ ഞങ്ങളെ കൂടെ ഉണ്ട്. ഇവർ ഈ പ്രദേശത്തിനെ ശരിക്കും നമുക്ക് ഏത് പുറം നാട്ടിൽ നിന്ന് ഏത് ടൂറിസ്റ്റ് വന്നാലും അവർക്ക് ഒരു വാവ് ഫീലിംഗ് ഉണ്ടാക്കുന്ന രീതിയിൽ കേരളത്തിൻ്റെ അഭിമാനം കാത്തു സൂക്ഷിക്കുന്നതിൽ പെട്ട ആൾക്കാരാണ് ഇവർ. ഒന്ന് പരിചയപ്പെടുത്താമോ നിങ്ങളുടെ പേരും? മണികണ്ഠനാണ്, ഇരവികുളം നാഷണൽ പാർക്കിൽ ഈ ബസ് ഓടിക്കുകയാണ്. ഓക്കെ. എൻ്റെ പേര് ഗണേശനാണ്, ഇരവികുളം നാഷണൽ വാച്ചറായിട്ട് ജോലി ചെയ്യുന്നത്. ഓക്കെ. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയാനാണ് ഞങ്ങൾ നിങ്ങളെയും കൂടെ നമ്മളെ ഈ ഒരു വീഡിയോയിലേക്ക് ക്ഷണിച്ചത്. ഇരവികുളം നാഷണൽ പാർക്കിലെ വളരെ മെയിനായിട്ട് പ്രത്യേകത എന്ന് പറയുമ്പോൾ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി ആനമുടി അതാണ്. അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ 8846 അടിയാണ്. അതിനെ ഇവിടെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് വരയാടാണ് ഇരവികുളം നാഷണൽ പാർക്കിലെ. നമ്മുടെ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് മൊത്തം ഏരിയ എന്ന് പറയുമ്പോൾ 97 സ്ക്വയർ കിലോമീറ്റേഴ്സ് ഏരിയ ആണ് മൊത്തത്തിലുള്ളത്. ഓക്കെ. അപ്പോൾ നമുക്ക് ടൂറിസമായിട്ട് അലൗഡ് ഉള്ളത് 1.5 സ്ക്വയർ കിലോമീറ്റർ മാത്രമേ അലൗഡ് ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് കൂടുതലും നമുക്ക് എല്ലാ മൃഗങ്ങളുണ്ട്. ആനയുണ്ട്, പുളിയുണ്ട്, കടുവയുണ്ട്, കാട്ടുപോത്തുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഞാൻ ഇവിടെ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. ഞാൻ ചെറുപ്പത്തിൽ 8ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. എനിക്കിപ്പോൾ 33 വയസ്സായി. വയസ്സ് ഞാൻ ആദ്യമായിട്ടോട്ട് വെളിപ്പെടുത്തുന്നത്. 33 വയസ്സായി. അപ്പോൾ ഇതുവരെ ചേട്ടൻ പറഞ്ഞ വരയാടുകളെ, പിന്നെ വരയാടുകളല്ലാതെ ഞാൻ ഇവിടെ വേറൊരു മൃഗങ്ങളെയും കണ്ടിട്ടില്ല. അതെന്തുകൊണ്ടായിരിക്കും? അപ്പോൾ അതായത് നമ്മുടെ നാഷണൽ പാർക്കിലെ 97 സ്ക്വയർ കിലോമീറ്ററിലെ നമുക്ക് അലൗഡ് ഉള്ളത് 1.5 സ്ക്വയർ മാത്രമേ അലൗഡ് ഉള്ളത്. ബാക്കി എല്ലാം നമുക്ക് ഈ മലയുടെ അങ്ങേ സൈഡാണ്. അപ്പോൾ ഇവിടെ കൂടുതലും 97 സ്ക്വയർ കിലോമീറ്റർ 80% പുൽമേടുകളാണ്, ഗ്രാസ് ലാൻഡാണ്. പിന്നെ 10% ഷോള ഫോറസ്റ്റ് എന്ന് പറയും. ഷോള ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ എവർഗ്രീൻ ഫോറസ്റ്റ് ആണ്. ഇവിടെ മാത്രം കാണപ്പെടുന്ന ഒരു ഫോറസ്റ്റ് ആണ്. കാരണം അതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത്രയും ചൂട് വെളിയിലുണ്ടെങ്കിൽ അകത്ത് കയറി കഴിഞ്ഞാൽ നേച്ചുറൽ എ സി പോലെയാണ്. അതേപോലെ നാഷണൽ പാർക്കിലെ ഷോളക്കാടുകളും ഗ്രാസ് ലാൻഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതിനകത്ത് ഈ മഴ സമയത്ത് ഗ്രാസ് ലാൻഡും ഷോളക്കാടുകളും ഈ വെള്ളത്തിന് സ്റ്റോർ ചെയ്യും. ബാക്കി സമയത്ത് അത് വന്നുകൊണ്ടേയിരിക്കും. കാരണം അങ്ങനെ ഒരു പ്രത്യേകതയും ഈ ഗ്രാസ് ലാൻഡും ഷോള ഫോറസ്റ്റും ഉണ്ട്. ഷോള ഫോറസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ കേരളത്തിൽ ഇത്രയും അത്ഭുതങ്ങൾ ഉണ്ടെന്ന് അല്ലേ ഇവരൊക്കെ പറയുമ്പോൾ നമുക്ക് ഇത്രയും കാലം വന്നപ്പോൾ ഒന്നും കിട്ടാത്ത ഇൻഫർമേഷൻസ് ആട്ടോ. ഇത്രയും അടുത്ത് ഇവിടുത്തെ സ്റ്റാഫുകൾ നമ്മളോട് പെരുമാറുന്നതും ഇവരെ ഈ ഒരു പെരുമാറ്റവും ഇവർക്ക് നമ്മളോടുള്ളൊരു വെൽക്കമിങ് മൈൻഡ്, ആ ഒരു സംഭവമൊക്കെ തന്നെയാണ് ഇരവികുളം നാഷണൽ പാർക്കിനെ ഇത്രയും വേൾഡ് ഫേമസ് ആക്കിയതിൽ പ്രധാനപ്പെട്ട ഒരു റീസണും. നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. നമ്മളെ പെരിയ അണ്ണക്ക് அண்ணா சொல்லுங்க. நம்ம எடப்பள்ளி, கொச்சி எடப்பள்ளியில் இருந்து வர நம்ம ஒரு ஸ்டாஃப் ட்ரிப்பு, நம்ம எல்லா ஸ்டாஃபும் சேர்ந்து இன்னைக்கு லீவ் போட்டு இங்கே வந்திருக்கு. ഓക്കെ ഓക്കെ, വളരെ സന്തോഷമാണ് നിങ്ങൾ വന്നതിൽ. താങ്ക് യു. പിന്നെ ഇതിൻ്റെ കാര്യങ്ങളെ കുറിച്ചെല്ലാം ഇപ്പം നമ്മുടെ പുള്ളി പറഞ്ഞതാണ്. അതാണ് ഇവിടുത്തെ നാച്ചുറൽ കാര്യങ്ങളൊക്കെ വന്നിട്ട്. പിന്നെ ഇതിന് ഒരു 2006 മുമ്പ് ഇതിൻ്റെ എല്ലാ വണ്ടിയും അങ്ങോട്ട് അലോഡായിരുന്നു. പ്രൈവറ്റ് വണ്ടികളൊക്കെ അവിടെ ചെക്ക് പോസ്റ്റ് വരെ അലൗഡായിരുന്നു. അന്നത്തെ ഗസ്റ്റ് എന്ന് പറഞ്ഞത് ഒരു 300-400 പേര് മാത്രമാണ് സ്റ്റാർട്ടിങ്ങിൽ അതിന് മുമ്പ് വന്നുകൊണ്ടിരുന്നത്. ഏത് വർഷം? 2006 മുമ്പ്. 2006 ഈ ബസ് സർവീസ് തുടങ്ങിയത്. വർഷം 21 വർഷമായി വന്നിട്ട്. ഇപ്പോൾ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നല്ല സീസണിൽ ഒരു 4000 to 4500 പേര് ദിവസം പോയി കണ്ടിട്ട് വരുന്നുണ്ട്. അതിൻ്റെ പറഞ്ഞാൽ ഇവിടെ ക്യൂന്ന് മാത്രം ഒരു 1 മണിക്കൂർ 6 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ട്. പിന്നെ യാത്രയിൽ ആരും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിക്ക് പോയിട്ട് തിരിച്ച് കൊണ്ടുവരുന്നുണ്ട്. അതെ. പിന്നെ നേരത്തെ ഈ വണ്ടികളൊക്കെ കയറ്റി വിടുമ്പോൾ ഇപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഞങ്ങളുടെ വണ്ടി എന്തുകൊണ്ട് അങ്ങോട്ട് കടത്തി വിടുന്നില്ലാന്ന്. പക്ഷേ എല്ലാ വണ്ടിയും കടത്തി വിട്ടാൽ റോഡ് ഒന്നാന്തരം സിംഗിൾ റോഡാണ്. ഒരു 100 വണ്ടി കയറി കഴിഞ്ഞാൽ തിരിച്ച് ഇറങ്ങാൻ തന്നെ 4 മണിക്കൂർ 5 മണിക്കൂറാവും. പിന്നെ സൈഡ് കൊടുക്കാനും ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ടൊക്കെ മാറ്റി ആൾക്കാർ ഒരു ഇതിന് വേണ്ടി മാത്രമാണ് ഈ സർവീസ് തുടങ്ങിയത്. അപ്പോൾ ഈ ബസ് പോകുന്ന റൂട്ടൊന്നും ഫോറസ്റ്റ് അല്ലേ? അല്ല, ഇത് ഫോറസ്റ്റിന്റെ കൺട്രോളാണ്. ഇത് ടാറ്റയുടെ റോഡാണ്. ഇവിടുന്ന് പുറത്ത് ഗവൺമെന്റ് റോഡല്ല. പിന്നെ അതിനപ്പുറം മറ്റേ എടമലക്കുടി എന്ന് പറഞ്ഞ ട്രൈബൽസിന്റെ വില്ലേജ്, കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് അവിടെയാണ് വന്നിട്ട്. എടമലക്കുടി ട്രൈബൽസിന്റെ പഞ്ചായത്ത്. അതെ. അപ്പോൾ ഈ റോഡ് മെയിൻ്റനൻസ് മൊത്തം ഞങ്ങളുടെ ഫോറസ്റ്റാണ് ചെയ്യുന്നത്. അവിടെ എത്ര പേര് താമസിക്കുന്നുണ്ട്? ഇവിടെ ഇപ്പോൾ എടമലക്കുടിയിൽ ഒരു 4-5000 പേര് വരെ, ഒരു 5-6 കുടിയുണ്ട് അതിൽ. എടമലക്കുടിയിൽ അവിടെ 5000 പേര് വരെ ഉണ്ട്. അവർ തനിച്ച് ഒരു പഞ്ചായത്തേ ഉണ്ട് അവിടെ വന്നിട്ട്.
പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ ആ അവിടെയാണ് നമ്മളെ കേരളത്തിന്റെ അകത്തുള്ള പഞ്ചായത്താണ്. അപ്പൊ അവർക്ക് ഇപ്പൊ ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. ഇപ്പൊ ഇനി ഇലക്ഷൻ വരില്ലേ അവർക്ക്, അപ്പൊ അവിടെ ഒരു പോളിംഗ് ബൂത്ത് ഉണ്ടാവും? ഉണ്ടല്ലോ, അവിടെ തനിച്ചാണ്. അത് പോളിംഗ് ബൂത്ത്, പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാം കൂടി അവിടെ തനിച്ചാണ് വന്നിട്ട്. നേരത്തെ ഇവിടെയായിരുന്നു, ഈ 1-ാം വാർഡിലായിരുന്നു. ഇപ്പോൾ ഒരു 10-15 വർഷമായി അവിടെ തനിച്ചായിട്ട് വന്നിട്ട്. നമുക്ക് അറിയുന്ന ഇൻഫർമേഷൻസും അറിയാത്ത ഇൻഫർമേഷൻസും നിങ്ങൾക്ക് അറിയുന്ന ഇൻഫർമേഷൻസും ഒക്കെ നമ്മളെ അണ്ണൻ പറഞ്ഞു തരുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ നമുക്കൊരു പുതിയ അനുഭവമാണ് അല്ലെ. വണ്ടികളെ പറ്റിയും നമ്മൾ കാർ ആക്സസറീസിന്റെയും കാർ ഡീറ്റെയിലിംഗിന്റെ ഒക്കെ ഫീൽഡിൽ നിന്ന് വരുന്ന പിള്ളേരാണ്. നമുക്ക് ഇതൊക്കെ പുതിയ അനുഭവങ്ങളാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്, ഇതിനകത്ത് ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 ക്ലീനിക് പറഞ്ഞ അവാർഡ് കിട്ടിയതാണ്. കാരണം ഒരു ദിവസം 4500 രൂപ പോയിട്ട് വരുന്ന സ്ഥലത്തിൽ ഒരു ചോക്ലേറ്റ് പേപ്പർ വേസ്റ്റ് പോയി 5 കിലോമീറ്ററിനകത്ത് നിങ്ങൾ കാണാൻ പറ്റില്ല. മൊത്തത്തിൽ 97 കിലോമീറ്ററിലും. പക്ഷേ ഇതിന് 5 കിലോമീറ്റർ ദിവസം യാത്രക്കാർ വന്നു പോകുന്ന സ്ഥലമല്ലേ, അവർ ഒരു ചോക്ലേറ്റ് പേപ്പർ പോലും എവിടെയും കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ക്ലീനിങ് പാർക്കാണ് വന്നിട്ട് വരുന്നവർക്ക് വളരെ സന്തോഷമാണ് ഇത് കാണുമ്പോൾ. നമുക്ക് അഭിമാനമുള്ള കാര്യമല്ലേ. അപ്പോൾ നിങ്ങളൊക്കെ വീട് എവിടെയാണെന്ന് കൂടെ ഒന്ന് പരിചയപ്പെടും. അടുത്ത് തന്നെയുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ നായ്മക്കാടും ഈ പെട്ടിമുടി ഭാഗത്തിലും 3 ഇങ്ങനെ ചുറ്റളവിലുള്ളവരാണ് ഇതിനകത്ത് ജോലി ചെയ്യുന്നവർ. മറയൂര് ചേട്ടൻ. ഓക്കെ. എന്തായാലും പരിചയപ്പെട്ടതിൽ സന്തോഷം. ഞങ്ങളെ ഇനി വരുമ്പോൾ ഞങ്ങളെ മറക്കരുത് കേട്ടോ. ഞങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ ആയിരിക്കും. നിങ്ങളടുത്ത് സംസാരിക്കാൻ സമയം കിട്ടിയതിനും കൊണ്ട് വളരെ സന്തോഷം. താങ്ക് യു. ഓക്കെ. ഹയസ്റ്റ് പീക്ക് ഇൻ സൗത്ത് ഇന്ത്യ ആനമുടി. അതാണ് ആനമുടി. 8841 feet 2695 meter. 8841 feet 2695 meter. അതിൻ്റെ വ്യൂ പോയിന്റ് മാത്രമേ ഇവിടെ നിന്ന് കാണാൻ പറ്റത്തുള്ളൂ. ഓൺലി വ്യൂ പോയിന്റ് ഓൺലി. ആനമുടി വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നീലക്കുറിഞ്ഞിന്റെ ചെടിയാണ്. 12 വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്നതാണ്. 2018 അതിന്റെ സീസൺ. ഈ 2030 പൂക്കത്തുള്ളൂ. അതിന്റെ ചെടികളൊക്കെ ഇപ്പൊ കാണാം. വരാന്ന് വെച്ചാൽ പാറയാണ്. ഈ പാറയ്ക്കൂടി നടക്കുന്നതുകൊണ്ടാണ് അത് വരയാടെന്ന് പറയുന്നത്. അതിന്റെ ഒഫീഷ്യൽ നെയിം എന്ന് പറഞ്ഞാൽ നീലഗിരി താർ. ഇത് വന്നിട്ട് ഒരു താർ സ്പീസീസാണ്. എൻഡമിക് ആൻഡ് എൻഡേഞ്ചർഡ് സ്പീസീസ്. വംശനാശം ഉണ്ടാകുന്ന ഒരു ജീവിയാണ്. ഇത് വർഷത്തിൽ ഒരു കുഞ്ഞ് മാത്രമേ പ്രസവിക്കത്തുള്ളൂ, പറയാട്. അതിൻ്റെ മീറ്റിംഗ് സീസൺ എന്ന് പറയുന്നത് ജൂൺ ജൂലൈ. പിന്നെ ബ്രീഡിംഗ് സീസൺ എന്ന് പറയുന്നത് ഫെബ്രുവരി മാർച്ചാണ്. ഫെബ്രുവരി മാർച്ചിൽ നമ്മുടെ പാർക്ക് തന്നെ ക്ലോസ് ചെയ്യും എല്ലാ വർഷവും. ഇപ്പോൾ ഏപ്രിൽ 1-ാം തീയതിന് ഈ മാസം തുറന്നത്. വേറെ ആൾക്കാർ ആറ് വന്നാലും ഇവിടെ വന്ന് ചെക്ക് ചെയ്തിട്ടേ കയറ്റി കൊടുക്കുള്ളൂ. കാരണം ഈ ഇടമലക്കുടിക്കും എസ്റ്റേറ്റിലേക്ക് പോകുന്നവർ അവരുടെ ട്രിപ്പ് ജീപ്പുകളിലേ പോകത്തുള്ളൂ. അപ്പോൾ ഈ വഴിക്ക് അവർക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മുടെ പാറ ചെക്ക് പോസ്റ്റിൽ ചെക്ക് ചെയ്ത് മുകളിലേക്ക് പോകുമ്പോൾ തിരിച്ച് വരുമ്പോൾ എൻട്രി ചെയ്തിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. വേറെ ടൂറിസമായിട്ടോ അല്ല വേറെ ആൾക്കാർക്ക് അലൗഡില്ല. രാജമലൈ വാട്ടർഫാൾസാണ്. മഴക്കാലങ്ങളിൽ, അതായത് ജൂൺ ജൂലൈ ആഗസ്റ്റ് ആ സമയത്ത് ഭയങ്കര വെള്ളമില്ല. രാജമലൈ വാട്ടർഫാൾസ് 3 മാസം വരെ മഴ ഉണ്ടാവും. ജൂൺ ജൂലൈ ആഗസ്റ്റ് ആ സമയത്തൊക്കെ ചില സമയങ്ങളിൽ ഈ പാളത്തിൻ്റെ അപ്പുറത്തായിരിക്കും വെള്ളം. ഇവിടെ നിന്ന് തന്നെ 1000 അടി പൊക്കമുണ്ട് ഈ വെള്ളച്ചാട്ടത്തിൽ. രാജമലൈ വാട്ടർഫാൾസ് ഏകദേശം ഒരു 6500 അടി പൊക്കത്തിലാണ് നമ്മൾ പോയിട്ടുള്ളത്. ടോപ്പസ്റ്റ് ഹൈറ്റ് അല്ല ആനമുടിയാണ് ടോപ്പസ്റ്റ് ഹൈറ്റ്. ഹൗ മെനി ഫീറ്റ്? 8841 feet. ആനമുടി. മൂന്നാർ ഹൈയസ്റ്റ് പീക്ക് ആനമുടി. അതായത് ഹൈയസ്റ്റ് പീക്ക് എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയിലെ തന്നെ ഹൈയസ്റ്റ് പീക്ക് ഇൻ സൗത്ത് ഇന്ത്യ. നീലക്കുറിഞ്ഞിന്റെ ചെടിയാണ് ഈ കാണുന്നത്. ഇറങ്ങി പോകുമ്പോൾ നമ്മുടെ നീലക്കുറിഞ്ഞിന്റെ ചെടിയിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. റിട്ടൺ ബൈ എനി ബസർ പ്ലീസ് കം. അതായത് നീലക്കുറിഞ്ഞി എന്ന് പറയുന്നത് ഇവിടെ മാത്രം കൂടുതലും കാണപ്പെടുന്ന ഒരു ഫ്ലവേഴ്സാണ്. ഇത് 12 വർഷത്തിൽ ഒരിക്കൽ മാത്രമേ പൂക്കത്തുള്ളൂ. അതിൻ്റെ സീസൺ എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ 3 മാസം വരെ ഇത് ഉണ്ടായിരിക്കും പൂക്കൾ. ഈ പൂക്കുന്ന സമയം സെപ്റ്റംബറാണ് കറക്റ്റ്. ഇത് എങ്ങനെ 3 മാസം വരെ ഉണ്ടാകുമെന്ന് വെച്ചാൽ ഒരു ചെടികളിൽ തന്നെ 100 മൊട്ടുകൾ കാണും.
ഇത് മാറി മാറി പൂക്കുന്നതുകൊണ്ട് 3 മാസം വരെ കാണും. അത് കഴിഞ്ഞിട്ട് 3 മാസം വരെ ആ ചെടി ഉണ്ടാകത്തില്ല. അതിലിരുന്ന് പാളിനേഷൻ ഉണ്ടായി വിത്തായിട്ട് മാറി മറുവർഷം തന്നെ കിളുക്കാൻ തുടങ്ങും. 12 വർഷം വരെ അതിൻ്റെ വളർച്ചയുണ്ട്. അത് 2018 പൂത്തതാണ്. ഇനി 2030 പൂക്കത്തുള്ളൂ. 30 സെപ്റ്റംബറിലാണ്. അങ്ങനെ ഒരു മെയിൻ പ്രത്യേകതയാണ്. അപ്പോൾ ഈ ചെടി തന്നെ 12 വർഷം വളർന്നു. കാരണം ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, ഇതുകൊണ്ട് ചെടി കൊണ്ടല്ലോ പൂക്കാതെ എന്തിനാ ഈ വർഷം പൂക്കുന്നു മറുവർഷം പൂക്കത്തില്ല, എങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ അങ്ങനെയല്ല, ഇത് 12 വർഷം വരെ ഇതിൻ്റെ വളർച്ചയുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇത് ഒരുമിച്ച് പൂക്കുന്നത്. അങ്ങനെ പൂക്കുമ്പോൾ ഈ മള മൊത്തം നീല കളറായിട്ട്. അതാണ് നീലക്കുറിഞ്ഞി. അതാണ് നീലക്കുറിഞ്ഞി. ഇത് വെസ്റ്റേൺ കട്ടാണ് ഈ മല. നീലഗിരി മൗണ്ടൻ എന്നാണ് പറയുന്നത്. 4 കിലോമീറ്റർ നടക്കാണ്. അപ്പൊ ഇനി ചേട്ടൻ ഈ ബസ്സായിട്ട് താഴോട്ട് പോകും. ചിലപ്പോ നമുക്ക് ഈ ബസ് തന്നെ ആയിരിക്കില്ല തിരിച്ചു പോകുന്നത്. ഇൻ കേസ് കാണാൻ പറ്റിയില്ലാണെങ്കിൽ ചേട്ടാ ആയിക്കോട്ടെ, ഓക്കെ, നമുക്ക് താഴെന്നോ അല്ലെങ്കിൽ റൂട്ടിൽ പോകുമ്പോൾ കാണാം. ഓക്കെ, ആയിക്കോട്ടെ, ആയിക്കോട്ടെ, ഓക്കെ. എവിടെയാ സ്ഥലം? നമ്മള് കോഴിക്കോട്. നമ്മൾ വരുന്നത് ഇപ്പൊ എടപ്പള്ളിന്നാണ്. ശരി സാർ. നമ്മള് സ്ഥാപനം അവിടെ നടത്തുന്നുണ്ട്. ആണല്ലേ? മൊത്തം ടീമുണ്ട് ഇവിടെ. ഓക്കെ, ഓക്കെ, സന്തോഷമുണ്ട് നിങ്ങളെ കണ്ടതിൽ. ഓക്കെ, ഓക്കെ സാർ. അപ്പൊ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും പറയണ്ട. ഇനി ഇവിടുന്ന് നമുക്ക് നടന്നു പോകേണ്ടതുകൊണ്ട് നമ്മളെ ടീമൊക്കെ മുമ്പിൽ ഓടിയിട്ടുണ്ട്. നമുക്കും അവരെ പുറകെ തന്നെ പിടിക്കാം അല്ലേ ആഷിഖേ? പെട്ടെന്ന് പോയിട്ടില്ലെങ്കിൽ നമ്മൾ പുറകിലായി പോകും. പിന്നെ പ്രത്യേകിച്ച് ഇവിടെ മൂന്നാറിൽ വന്നിട്ട് ഇരുവിള നാഷണൽ പാർക്ക് കണ്ട ഞാൻ മാത്രമേ ഉള്ളൂ. എന്താ ചെയ്യുക, ആഷിഖിന് വന്നതുപോലും ഓർമ്മയില്ല. അപ്പം ഒരു ടൂറിസ്റ്റ് ഗൈഡ് എന്നുള്ള നിലയ്ക്ക് ഞാൻ വേണം അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ. ഇനി അവർക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായില്ല എന്നുള്ള പരാതി വേണ്ട, ഞാൻ പെട്ടെന്ന് പോട്ടെ. ഞങ്ങൾ പറയുമ്പോൾ തള്ളാന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഞാൻ പറയുന്ന പല കാര്യങ്ങളും പലരും തള്ളാന്ന് പറയാറുണ്ട്. ഇത് തള്ളല്ല. ശബാസ, ഞാൻ പറയട്ടെ, കേരളത്തിൽ ഇപ്പോൾ ഈ ഒരു ക്ലൈമറ്റ് കിട്ടുന്ന, അതായത് ഇപ്പം നട്ടുച്ച വെയിൽ അല്ലേ, എത്ര സമയം സതിലൊന്ന് പറഞ്ഞു കൊടുക്കുക. 3 മണിക്ക് നമുക്ക് കിട്ടുന്നൊരു തണുപ്പും കോടമഞ്ഞും വൈബും ഒക്കെ ഉണ്ടല്ലോ, കേരളത്തിൽ വേറെ എവിടെയും കിട്ടുന്നൊന്നുമില്ല. അതാണല്ലോ മൂന്നാറിൻ്റെ പ്രത്യേകത. എങ്ങനെയുണ്ട്? എത്ര കിലോമീറ്റർ നമ്മൾ ഇങ്ങോട്ട് ശരിക്കും നടന്നില്ലേ? 2-2.5 കിലോമീറ്റർ പറയുകയാണെങ്കിൽ ഇങ്ങോട്ട് നടന്ന് വന്നു. ഒരു പ്രശ്നമില്ല. നമ്മൾ എടമലക്കുടിയിൽ നിന്ന് വരുന്ന ഓട്ടോ ആണ് കേട്ടത്. ഓട്ടോ ചേട്ടന്മാരൊക്കെ ഉണ്ട്. ആലോചിച്ച് നോക്കിയേ അല്ലേ ആഷിഖേ? ഇനി ആഷിഖ് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുമല്ലോ. ആഷിഖ് ഒന്ന് പറഞ്ഞു കൊടുക്കും ഇവിടുത്തെ ക്ലൈമറ്റിനെ പറ്റി. അടിപൊളി, ഒന്നും പറയാല്ല. ഇപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 3 മണിയാന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലാണ് നമ്മൾ പൊരിഞ്ഞിരിക്കും അല്ലേ? ആഷിഖിനൊക്കെ ഏകദേശം 34-35 വയസ്സായി, ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. എന്താണ് അല്ലേ സതീഷേ? എന്നിട്ടും ആലോചിച്ച് നോക്കിയേ, 28 വയസ്സായ സതീഷിന് എന്നിട്ട് ഇതുവരെ വരാത്ത ആഷിഖിന് പോലും അത്ഭുതമാണ് ഇങ്ങനൊരു സ്ഥലം കേരളത്തിലുണ്ടോന്ന് ആലോചിച്ചിട്ട്. എന്താണ് എന്റെ ഡൗട്ട്? ഇടമലക്കുടീനെ കുറിച്ചും മൂന്നാറിനെ കുറിച്ചും. അതായത് ഇപ്പൊ ഇവിടെ നമുക്ക് പ്രവേശനം തീർന്നു ഇല്ല, എന്തായി? ഇതിന്റെ അപ്പുറത്തോട്ട് പോകാൻ എന്താ വഴി? ഇതിന്റെ അപ്പുറത്തോട്ട് പോകണം ഇവിടെ ഒന്നുകിൽ സഖാവ് പിണറായി വിജയൻ വിചാരിച്ചാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ സാറ് വിചാരിക്കണം. ഇവിടെ നമുക്കൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അതല്ല, അവിടുന്ന് ഓട്ടോയും കാര്യങ്ങളും ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. അതായത് ഒന്ന് അങ്ങോട്ട് കാണിച്ചു കൊടുക്ക് ഹാദി. ആ കാണുന്ന ഈ ചെക്ക് പോസ്റ്റ് ഉണ്ടോ? ഇതൊരു ഇൻവിസിബിൾ ചെക്ക് പോസ്റ്റ് ആണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ശരിക്ക് നമുക്ക് ആർക്കും പോകാൻ പറ്റില്ല. കാരണം എന്താ അറിയോ? ഇടമലക്കുടി എന്ന് പറയുന്ന ഒരു ഗ്രാമം, ഒരു പഞ്ചായത്ത്. അവിടെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്, വാർഡ് മെമ്പർമാരുണ്ട്, 4000 വോട്ടർമാരുണ്ട്. അവിടെ കുറേ കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അവിടേക്ക് നമുക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല. അവിടെയുള്ള ആൾക്കാർക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഇതൊക്കെ ശരിക്കും കേരളത്തിൽ ഇങ്ങനത്തെ ഒരു ഗ്രാമം ഉണ്ടെന്നും എനിക്ക് നേരത്തെ അറിയായിരുന്നു. ഇവർ സത്യം പറഞ്ഞ അല്ല, അറിയില്ലെങ്കിൽ അറിയുന്ന ആൾക്കാരോട് ചോദിക്കണം. ചോദിച്ചില്ലേ ഇപ്പോ? ഓക്കെ, നമുക്ക് എന്താ പറയാ, എനിക്ക് ഇങ്ങനെ ചോദിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിന് ഒരു മടിയുള്ള ആളല്ല ഞാൻ. അതൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. അതിനൊന്നും യാതൊരു മടിയും എനിക്കില്ല. ഓക്കെ, താങ്ക് യു ഫോർ ദ ഇൻഫർമേഷൻ. എന്തായാലും സംഗതി വൈബാട്ടോ. ഞങ്ങള് പക്ഷെ വന്ന കാര്യം നടന്നില്ല. എന്താണ്? ആടിനെ കണ്ടില്ല. ആടെ എവിടെ പോയി എന്നാ പറഞ്ഞത്? രാവിലെ ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞത്. ആട് നമ്മൾ വന്നത് പിന്നെ ഫതിലൊക്കെ നമ്മളെ കൂടെ ഉണ്ടല്ലോ. ആട് പേടിച്ച് വിട്ടതാ, ഫ്രൈ ആക്കി കളൊന്ന് പേടിച്ചിട്ട് ആട് എങ്ങോട്ട് ഓടി ഒളിച്ചത്. ആടും കുട്ടികളൊക്കെ. നിങ്ങൾ കണ്ടിട്ട് എന്താണ് നിങ്ങളെ ആടിനെ കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ്? നല്ല രസമുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, ദൂരത്തുനിന്നാണ് കണ്ടത്. ദൂരത്തുനിന്ന് കണ്ടു എന്നാ പറയുന്നത്. ഫോട്ടോ ഉണ്ടോ? ഫോട്ടോ ഉണ്ടെങ്കിലേ ആള് വിശ്വസിക്കുള്ളൂ. ഇന്ന് മൂന്നാർ വന്നതില് വരയാടുകളെ കണ്ട ഒരേ ഒരു വ്യക്തിയാട്ടോ. ആളെ പേരെന്താ?
ജഹ്ലിൻ. എവിടുന്നാ വരുന്നത്? ഞങ്ങള് കാലിക്കറ്റ്. കാലിക്കറ്റിൽ എവിടെയാ? കൊല്ലത്ത് എവിടെയാ? മറന്നുപോയി. അതെവിടെയാ? കൊല്ലത്ത് എവിടെയാ മറന്നുപോയി എന്ന് പറഞ്ഞ സ്ഥലം? ആ ഫോണില്. അയ്യേ ചളി. അതെ ഒന്ന് കാണിച്ചു കൊടുക്കാം, നമ്മളെ വ്യൂവേഴ്സിന് കാണിച്ചു കൊടുക്കുക. ഇന്ന് വ്യൂവേഴ്സിന് വരയാടുകളെ കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇതാ നമ്മളെ ഒരു ഫ്രണ്ടിന് വരയാടുകളെ കാണാൻ പറ്റിയിട്ടുണ്ട്. താങ്ക് യു. ഇതാ വരയാട്. ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുക്കാം. എങ്ങനെ ഫോണിലുണ്ടോ? അപ്പാടെ ഫോണിലുണ്ടാ? നീ കണ്ട? നീ വരയാടിനെ തൊട്ടോ? ഞാൻ പോയില്ല. നിനക്ക് പേടിയാണോ? ദൂരത്തെ കണ്ടല്ലേ? സതീഷ്. അപ്പം എന്തായാലും വരയാടിനെ കണ്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ തണുപ്പും കാര്യങ്ങളൊക്കെ ആസ്വദിക്കുന്നു. നിങ്ങൾക്കോ? അടിപൊളിയല്ലേ? സ്കൂളൊക്കെ പൂട്ടിയോ? സ്കൂളൊക്കെ പൂട്ടിയപ്പോ നിങ്ങൾ നേരെ പോകുന്നതല്ലേ? കാലിക്കറ്റ് വട്ടോളി വടകര വട്ടോളിയാ? പൂനൂര് വട്ടോളി, എളൈറ്റിൽ വട്ടോളിയാ? ഓക്കെ. എന്തായാലും നമ്മളെ നാട്ടുകാരാട്ടോ. യെസ്. അല്ലെങ്കിലും കോഴിക്കോട്ടുകാര് എല്ലാ തൂണിലും തുരുമ്പിലും ഉണ്ടാവുന്നതാണ് അല്ലേ ഷബാസെ? മലപ്പുറംകാര് പിന്നെ അല്ല, പ്രത്യേകിച്ച് കോഴിക്കോട്ടുകാര്. കോഴിക്കോട്ടുകാരുള്ളതുകൊണ്ടല്ലേ ഞങ്ങള് പിന്നെ ഇന്നിപ്പോ മൂന്നാറിലെത്തിയല്ലേ? ആഷിക പറഞ്ഞു കൊടുക്ക. ആഷിക ഞാൻ കോട്ടയാണ്, നിങ്ങളുള്ളതുകൊണ്ട് നമ്മള് പോകാൻ പറ്റി അല്ലേ? പോയിന്റ്. എന്തായാലും കോഴിക്കോടിനെ വിഷമത്തോടെ ആണെങ്കിലും ഞാൻ അംഗീകരിക്കുന്നു. എന്തായാലും ക്ലൈമറ്റ് അടിപൊളി, ഒന്നും പറയില്ല കേട്ടോ. സെറ്റ് ക്ലൈമറ്റ്. എന്തായാലും ഇനി നിങ്ങളുടെ വെക്കേഷനൊക്കെ ആയ സ്ഥിതിക്ക് കുറ്റും പറിച്ചിങ്ങും പോന്നു കേട്ടോ. ഇവിടെ മൊത്തം ആന്ധ്രാപ്രദേശിൽ നിന്നും വെസ്റ്റ് ബംഗാളിൽ നിന്നും പശ്ചിമ ബംഗാളിൽ നിന്നും പിന്നെ പഞ്ചാബിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആൾക്കാരാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. നമ്മളെ മലയാളികൾ സ്ട്രെങ്ത് അറിയിക്കേണ്ട സമയമായി. ഇലക്ഷൻ കഴിയാനൊന്നും വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട. ഈ കോടമഞ്ഞൊന്നും അധിക കാലം ഉണ്ടാവില്ല അല്ലേ? അപ്പം പെട്ടെന്ന് പോന്നോളി. മോജോ ഓട്ടോ കഫേ ഫോളോയും സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക് യു. Then okay, bye. Take care. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ആശിക നമ്മൾ ഇരുവികുളം നാഷണൽ പാർക്കിലെ എക്സ്പ്ലോറിങ്? ഒന്നും പറയില്ല. സംഭവം എന്താന്ന് വെച്ചാല് നമ്മൾ ടോപ്പിൽ കയറിയപ്പോ ആ കോടമഞ്ഞ് നീ ഇങ്ങോട്ട് പോ, ഫ്രണ്ടിലോട്ട് പോ, വണ്ടി ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ വന്നാ മതി. ഓക്കെ. എങ്ങനെ? അല്ല, നമ്മള് ടോപ്പിലെത്തിയപ്പോഴേ ആ കോടമഞ്ഞൊക്കെ വന്നപ്പോ നമുക്ക് മറ്റേ പാട്ടൊക്കെ ഓർമ്മ, കോടമഞ്ഞ് ഓഹോയ് ഓഹോയ്, ആ സംഭവം. ഞങ്ങൾ വേറെ മൂഡിലാട്ടോ സത്യം പറയാലോ. ഫുൾ വർക്ക് പ്രഷറിൽ കഴിഞ്ഞ ഒരു മാസം ഞങ്ങൾ മൊത്തം വണ്ടികളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഒരു കസ്റ്റമറെ കംപ്ലൈന്റ് പോലും ഇല്ലാതെ, അത് പ്രത്യേകം എടുത്തു വരണം. എല്ലാവരും ഹാപ്പി കസ്റ്റമേഴ്സ്. ഈ ഫീൽഡിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രഷർ അനുഭവിക്കുന്ന ആൾക്കാരാട്ടോ നമ്മൾ. അത് ഓണേഴ്സ് ആയാലും സെയിൽസ് ടീം ആയാലും മാർക്കറ്റിംഗ് ടീം ആയാലും എല്ലാവരും തന്നെ ഒരു പ്രത്യേക ഒരു പ്രഷർ അനുഭവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ റീഫ്രഷ്മെൻറ്റ്സ് ഒക്കെ നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു തിങ്കളാഴ്ച ഈ ഒരു പ്ലാനിനെ തിരഞ്ഞെടുത്തത്. എന്തായാലും നമ്മൾ കുറേ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. നമ്മളെ വണ്ടി പുറകിൽ, നമ്മളെ കൊമ്പൻ പുറകിൽ തന്നെ ഉണ്ട്. അപ്പം നമുക്ക് ഇവിടുന്ന് മാറാമല്ലേ? ഇനി എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? നമുക്കിനി മറയൂർ ചന്ദനക്കാടിൽ ചന്ദനവേട്ടയ്ക്ക് വേണ്ടി ഞങ്ങൾ പോവുകയാണ്. ഈ ചന്ദനവേട്ട കഴിഞ്ഞാൽ ഈ രാത്രിയാവും. പിന്നെ നമുക്ക് വേറെ സ്ഥലങ്ങളൊന്നും കവർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഇവിടുന്ന് നമുക്ക് പോവാം. അപ്പം നിങ്ങൾ ഞങ്ങളുടെ കൂടെ തന്നെ വാട്ടോ. ഓക്കെ. അങ്ങനെ നമ്മൾ മൂന്നാർ ട്രിപ്പിലെ ഏറ്റവും ഫൈനൽ ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ചുറ്റിലും തേയിലത്തോട്ടാട്ടോ. എന്ത് ഭംഗിയാണെന്നറിയോ? ഇതിനു വേണ്ടി തന്നെ സത്യം പറഞ്ഞ എടപ്പള്ളിയിൽ നിന്ന് ഞങ്ങൾ കൂടും വിട്ട് വന്നത് അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പ്? സംഭവങ്ങളൊക്കെ സെറ്റല്ലേ? അടിപൊളി, ഒന്നും പറയാനില്ല. വൈബല്ലേ? ഫതിലോ എന്താ എന്റെ മുഖത്തൊരു തെളിച്ചല്ലാത്ത? സെറ്റല്ലേ? അഭിനവ ഓക്കെ അല്ലേ? ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ മടുത്തിട്ടൊന്നുമില്ല, മതിയായിട്ടുമില്ല. ലൈറ്റ് പോകുന്നതിന് മുന്നേ ചെറിയൊരു വൈൻഡപ്പ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം. അതാണ് നമ്മളെ പ്ലാന്. ഇത് കഴിഞ്ഞാൽ നമുക്ക് നൈറ്റ് അടിച്ചു പൊളിക്കാനുണ്ട്. എന്തായാലും നമ്മളെ ഈ വീഡിയോസ് നമ്മളെ ഈ ഒരു ദിവസം നിങ്ങളെ കാണിക്കുക എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു. അത് അങ്ങറ്റത്ത് നമ്മളെ സ്വന്തം സാരഥി ഇരിപ്പുണ്ടേ.
ചേട്ടാ നമ്മളെ കൊണ്ട് വേറൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ലല്ലോ? നമുക്ക് ഇനിയും വരണ്ടേ മൂന്നാറ്? അടുത്ത കോഴിക്കോട് ട്രിപ്പിനും നമ്മളെ ചേട്ടന്റെ അർബാനെ തന്നെ കേട്ടോ പോവാ. അർബാനല്ല, അർബാനിയ. സോറി ഗൈസ്, സോറി. അപ്പോൾ നമ്മളെ വീഡിയോസ് നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും ഒന്ന് ഉഷാറാക്കിയിട്ട് ഒന്ന് ഉറക്കെ പറഞ്ഞു കേട്ടോ. നമ്മളെ ചാനലിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാ, നമ്മളെ വീഡിയോസ് നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാ, നമ്മളെ റീൽസ് നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യാ, നമ്മളെ ചാനൽ നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യാ. അപ്പൊ ഞങ്ങൾ വിട വാങ്ങുകയാണ്. താങ്ക് യു ഗൈസ്, താങ്ക് യു. ഗ്രേറ്റ്